മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഇന്ന് ആശ്രമത്തൊന്ന് കൂടാൻ പോവുകയാണ്. ജസ്റ്റ് ഫുഡ് അടിയും പരിപാടിയൊക്കെ തന്നെ. എന്നിട്ട് നമ്മൾ രാത്രി തിരിച്ചു വരും. അപ്പോൾ അതാണ്ട് നമ്മളെല്ലാവരും ഉണ്ട്. അമ്മയുണ്ട്, അമ്മയുണ്ട്, മീനാക്ഷി ഉണ്ട്, അപ്പണ്ണുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാനെടുത്തില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അമ്മ നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ആദ്യം കുറച്ച് പരിപാടികളുണ്ട്. മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി മീനൊക്കെ ഉണ്ടായി. മാർക്കറ്റ് എന്നല്ല, നമ്മൾ മലയാളികളാ. ചന്ത. ഇവള് ചന്തയില് പോയി മീനൊക്കെ. മറ്റേ നമ്മൾ ചന്തയില് പോയി ഞണ്ടോ മീനോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് ആശ്രമത്ത് പോയി ഫുഡ് വെച്ച് കഴിക്കും. ചേർന്നതാ ഈ സൈഡ്. ഹായ് സരിത. ഹലോ. മീനാക്ഷി. ഞങ്ങളിന്ന് സേമ അമ്മൂനെ ഔട്ടാക്കി. നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. ഞാനിവിടെ അമ്മയുടെയും കൂടെ വണ്ടി കയറി. അവരുടെ ചന്തയിൽ ഞാനും പോണമെന്ന്. അവന്മാര് ടീമായി പോയി. ഞാൻ ഈ കളവന്മാരുടെ കൂടെ ആയിപ്പോയി. നമുക്ക് ചന്തയിൽ പോവാം. ഇതാണ്ട് ഒരാള് കൂടെ നമ്മള് ചന്തയിലോട്ട് കൊണ്ടുപോകാൻ പോകും. എന്തുവാ എത്ര നേരം നോക്കി നിക്കണം മനുഷ്യൻ? പിള്ളേരങ്ങ് വരും. എവിടെ പോവാ? ചന്തയിലോ? ഒന്നാണ്ട് നമ്മൾ 4 പേരും കൂടെ ചന്തയിലോട്ട് പോവാണ്. എന്തോ ഉണ്ട് കൊച്ചാളാ വീട്ടിൽ സ്പെഷ്യല്? ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടാക്കണം. എന്നിട്ട് ചായ പോലും കുടിച്ചില്ല. രാവിലെ ചായ കുടിച്ചില്ല, വൈകിട്ട് ചായ കുടിച്ചില്ല. ചായ ഒന്നും കുടിച്ചുകൂടാ, ഷുഗർ ഉള്ളവര്. എനിക്ക് ഷുഗർ ഒന്നുമില്ല. ഷുഗർ ഉണ്ട്. ഷുഗർ ഉണ്ടോ? ഷുഗർ അല്ല, പ്രഷർ, ഡയബറ്റീസ് ഉണ്ട്. ഒരു ഉണ്ണാക്കും ഇല്ല. കള്ളം പറയല്ലേ. 10 മണിക്ക് അലാറം വെച്ച് മരുന്ന് എന്തിനാ? വിറ്റാമിൻ അയണിന്റെ ഗുളിക. നമ്മൾ ചന്തയിലോട്ട് പോവാണ്. മീനല്ല, ചീനി. ഒരു കിറ്റിന് 900 രൂപ. ഒരു കിറ്റിന് 900 രൂപ. 900 രൂപ. സൺഡേ ഹോളിഡേ. മീൻ വേണ്ട. നമ്മൾ ചീനി വാങ്ങിച്ച് ഇനി അടുത്ത ചന്തയിലോട്ട് പോവാം. മീനില്ല. അടുത്ത ചന്തയിലോട്ട് പോവാം. അവിടെ നമ്മൾ ഞണ്ട് വരും. പ്രതീക്ഷ വേണ്ട. ഞണ്ട് കഴിച്ചാൽ നമ്മൾ ചിക്കൻ വരും. അത് പിന്നെ ചിക്കൻ ഞണ്ടിന്റെ ചിക്കനാണ്. മീൻ എപ്പോഴും തിന്നുന്നതാ. ചിക്കനാ? മീനെക്കാട്ടി കൂടുതൽ മീൻ ഡെയിലി വീട്ടിൽ മീൻ ഡെയിലി വരും. അല്ല, മീനെക്കാട്ടി കൂടുതൽ മുത്തുക്കളി തിന്നുന്ന ചിക്കൻ. ചുമ്മാ മീൻ ഡെയിലി വാങ്ങിക്കുന്നുണ്ട് വീട്ടിൽ. പച്ചക്കറിയാണ് ഞാൻ തോന്നുന്നു. ഇന്ന് അവിയലായിരുന്നല്ലോ, കഴിച്ചല്ല? ഞാൻ കഴിച്ച അവിയൽ. അമ്മി എന്റെ ചെരുപ്പ് പൊട്ടിച്ച് ഗായ്സ്. കളവി ചെരുപ്പ് മേടിച്ചോ എനിക്ക്? അല്ല, അത് 300 രൂപയുടെ ചെരുപ്പാ. അത് സ്റ്റുഡിയോയില് ഇതിപ്പോ തുറന്നതേ ഉള്ളു. ഇവിടെ ഈ പാലത്തിലായിരുന്നു എല്ലാരും വന്ന് ഡാൻസ് ഒക്കെ കളിച്ച് റീൽസ് എടുത്ത കൊല്ലത്ത്. ഇത് അടച്ചിട്ടേക്കുമായിരുന്നു, ഇപ്പൊ തുറന്ന്. ഇതൊക്കെ ഒരു വലിയ പുരോഗമനാ. പക്ഷെ ഇത് മീൻ നോക്കി നോക്കിയതാണ്ട് ഇങ്ങനെ ഇവിടം വരെ വന്നു. ഞണ്ടിന് വന്നിട്ട് ഞണ്ടില്ല. കരിമീൻ, കണമ്പ്, കൊച്ചുമ്മക്ക് അറിയാവുന്ന കടയാന്ന് തോന്നുന്നു കേട്ടോ. കൊട്ടേഷൻ ആണോ? ഷാജി ശ്രീനസിലെ പേരൻസ് ആണോ? ഇവിടെ നല്ല ഫ്രഷ് മീനുകൾ കിട്ടും കേട്ടോ. നമ്മളെ തേവള്ളി പള്ളിയുടെ സമീപത്ത് കാരുണ്യ ഫിഷ് സ്റ്റോൾ എന്നാ പേര്.
ഇവിടെ വൃത്തിയാക്കി കൊടുക്കും. വെട്ടി 2 ചേട്ടന്മാർ തന്നെ വെട്ടുന്നു. വീഡിയോ എടുക്കുന്നുണ്ടോണ്ട് ഈ മോൻ വന്ന് യൂട്യൂബറാണ്. ഞങ്ങളൊരു ചെറിയ യൂട്യൂബറാണേ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. മുത്തുക്കളി വ്ളോഗ്സ്. എന്തോ പഠിക്കുന്ന മോൻ? എവിടെ? ഇൻഫർട്ടീസ്. ഇവിടെ മോന്റെ കടയാണോ? അല്ല, ഇവിടെ വന്നയാണോ? ശരി എന്നാ. ആരൂടെ വന്ന്? ആ, മീൻ ഇരിക്കുവന്നോ അമ്മ? ശരി. ഒരു കിലോ ചിക്കൻ എന്ത് വില ഇപ്പൊ? ചിക്കനെക്കാട്ടി വില മീനില്ലേ? ചിക്കനെക്കാട്ടി വിലയാണ് മീന്. അതാ 2 ചന്തയിൽ പോയി. ഇതാണ്ട് 3ാമത്തെ ചന്ത. ആ, കടപ്പുറത്ത് ഞണ്ട് കിട്ടിയില്ല. ഞണ്ടിന് വേണ്ടി പോവാ നമ്മള്. ഇപ്പൊ ഇറക്കും ഇവിടെ. നോക്കിക്കോ, കടപ്പുറത്ത് ഇട്ടിട്ട് പോവും. കൊച്ചുമോളെ വാ അടച്ചിരുന്നു. ഇറങ്ങണമായിരുന്നു. എന്തോ പണി എല്ലാവർക്കും വീട്ടിൽ. നിങ്ങൾക്ക് അതാന്നല്ല ഇഷ്ടം. കറങ്ങി കറങ്ങി കൊല്ലം ബീച്ചിൽ വന്ന്. എന്ത് മഴയായാലും വെള്ളം കയറിയാലും കൊല്ലം ബീച്ചിൽ എപ്പോഴും ആളാ. എന്നത്തത്ര ഇല്ല. നാളെ ആ ആള് അല്ല, ഇതിലും തിരക്കാ. നാളെ ഞായറാഴ്ച ആയോണ്ട്. വണ്ടിയിലിരുന്ന് അമ്മ വെള്ളം കണ്ടോ? അതെങ്ങനെ വണ്ടി ഓട്ടിക്കണ നേരെ നോക്കി. നമ്മളിവിടെ ഇറങ്ങി കൊച്ചുമോളുടെ വണ്ടി എടുക്കാൻ. നമ്മൾ വണ്ടി എടുത്തിട്ട് വിട്ടു. ഞാൻ കൊച്ചുമോളുടെ സ്കൂട്ടറിൽ പോകാൻ വെട്ടമില്ല. എന്താ കുടിക്കാനാവുന്ന? സർബത്ത്. എനിക്കിഷ്ടമാണ്. അതല്ല, വെള്ളം കുടിക്കുന്നത് മാത്രമേ കുടിക്കൂ. ഞങ്ങളുടെ ആശ്രമത്തുകാരെല്ലാം കാണും ഞാൻ ഇവിടെ വെള്ളം കുടിക്കുന്നത്. അതിപ്പോ എല്ലാരും കാണും. ഞാൻ ഉപ്പിട്ടാ വിളിക്കുന്നത്. നമ്മൾ ആശ്രമത്തെ വീട്ടിൽ വന്ന് എന്തോടെ കഴിക്കുന്നേ? ആ ശരി. നീ എന്തോ കുടിക്കാൻ പോയേ? ഞാൻ കുടിച്ചില്ലല്ലേ. തൊലി കെത്തണ്ട, സൈഡ് മാത്രമേ 4 കെത്തി. അതല്ല, വലുത് തന്നൂടായിരുന്നോ? എന്താ പുട്ടുമായിട്ട് തിന്നാൻ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, റീലിൽ. മുത്തക്കിളി മാങ്ങയുടെ പുറത്ത് പോയേനെ. ചുമ്മാ നമ്മളെല്ലാരും കൂടെ കൂടി കേരച്ചൂര. കൊച്ചുമോൾ ഇവിടെ ചായ, അമ്മ ഇവിടെ ഉള്ളിയൊക്കെ പൊളിക്കുന്നു, മീനാക്ഷി ക്ലാസ് കേൾക്കുന്നു. മീന ക്ലാസ് ഉണ്ട്, ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നു മീനാക്ഷി. ഞങ്ങളുടെ പരിപാടിയെല്ലാം ചീറ്റിപ്പോയി. ഞണ്ട് മേടിക്കണമെന്നായിരുന്നു. ഞണ്ട് വേണോന്നും പറഞ്ഞ് പോയത്, പക്ഷെ എവിടെയും ഞണ്ട് കിട്ടി. ഞണ്ടിന് ചെല്ലുമ്പോ ഞണ്ട് കിട്ടത്തില്ല. ഞങ്ങൾ തേവള്ളി വരെ പോയി വെറുതെ. കൊഞ്ചില്ലായിരുന്നോ? കൊഞ്ചുണ്ടായിരുന്നു. അതിന് രാത്രി എന്തോ ചെയ്യാനാ? ചീനിയും കൊഞ്ചും എന്തോ ചെയ്യാനാ? ഫ്രൈ ഒക്കെ ആയിരുന്നല്ലേ കൊഞ്ച്? വറുക്കായിരുന്നു. എവിടെ 3 അടുത്ത് പോയി. ഒന്ന് ഇവിടെ പോയി, പിന്നെ തേവള്ളി പോയി, പിന്നെ ബീച്ച് റോഡിലൊക്കെ പോയി ഞണ്ടിന്. വേറെ എന്താ ചെയ്യുന്നവിടെ? എന്റെ അമ്മ പാവം.
that my services എന്റെ ആ പാവം അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന I know I was caught masturbating in the lobby of Star Academy. നമ്മളുടെ മീൻകറിക്കുള്ള എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഷെഫ് സരിത. ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. നമ്മളെ ചീനി വേവിക്കാൻ വെച്ചു. രണ്ടുപേരുടെ ചീനി ഇവിടെ എന്തുവാ അങ്ങോട്ട് തട്ടുന്നു ഇങ്ങോട്ട് തട്ടുന്നു ശ്രീമതിമാര് രണ്ടും കൂടെ. ഇടയ്ക്ക് ഞാനൊന്ന് പോയി ഇവിടുന്ന് കേട്ടോ, ഞങ്ങളുടെ ചേട്ടൻ വിളിച്ച്. അപ്പോഴത്തേക്ക് ഇവിടെ അങ്ങ് പൊറോട്ട ഇപ്പോഴാണ്ട് ചീനി മീൻകറിക്കുള്ള നമ്മുടെ കൂട്ടൊക്കെ റെഡിയാക്കുന്നത്. നമ്മളെ കഴുകി വൃത്തിയാക്കി വെച്ച കേര ചൂര കേട്ടോ. ഇച്ചിരി വിലയൊക്കെ കൂടുതലാണെങ്കിലും കാശൊന്നും നോക്കിയില്ല, അങ്ങ് മേടിച്ച്. നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ചൂരയുടെ കൂട്ട് റെഡിയാക്കുവാണ്. ഉപ്പിട്ട് എല്ലാം അരച്ചെടുത്തില്ലേ, ഉള്ളി, വെളുത്തുള്ളി, കൊച്ചുള്ളി, തക്കാളി, ഇഞ്ചി എല്ലാം കൂടെ നമ്മൾ എണ്ണ വരട്ടി പേസ്റ്റ് ആക്കി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ പാചകം നടക്കുമ്പോൾ ഇവിടെ ഞാൻ വന്ന് നോക്കിയപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് തുടരും കാണുന്നത്. ഞങ്ങളെല്ലാം കണ്ടതാണ്, പക്ഷേ മീനാക്ഷി കണ്ടില്ല കേട്ടോ. അതുകൊണ്ട് മീനാക്ഷിക്ക് ആ സിനിമ കാണാൻ വേണ്ടി, പക്ഷേ ഒന്നുകൂടെ കണ്ടിട്ട് ഭയങ്കര ത്രില്ലിലിരുന്ന് ഞങ്ങളെല്ലാവരും ഈ സിനിമ കണ്ട്. നല്ലതായിരുന്നു. നമ്മളെ ലാസ്റ്റ് പരിപാടി ചീനിയൊക്കെ കൊണ്ടോടി ചീനിയിൽ ഓട്ടയിട്ട് വെച്ചിരിക്കുന്നു. സുഭാഷേ എന്റെ പൊന്നെ, വൃത്തിയാക്കി അടുക്കളയൊക്കെ തീർന്നല്ലേ ജോലി. തുടച്ചാൽ മതി. ഇവിടെ തുടച്ച് ക്ലീൻ ആക്കണം. ഞങ്ങളുടെ ചീനി റെഡിയായി. ഇത് ഇലയപ്പല്ല കേട്ടോ, ചീനിയാണ്. ഇഡലി കൊണ്ടൊന്നും ചീനി വേവിച്ചേ, പാത്രം ഇല്ലെന്ന് വലിയ. നമ്മളെ മുളക് കറി സെറ്റായിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചാൽ മതി. അപ്പോൾ അതാണ്ട ചീനിയൊക്കെ നമ്മളുടെ എന്ത് പരിപാടിക്കും ഞങ്ങൾക്കെല്ലാം വിളമ്പി മുഴിപ്പിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം കൊച്ചുമോളാണ്. ഇതിനി നാളെയും മറ്റന്നാളത്തേക്കും വെച്ചേക്കും ബാക്കി കേട്ടോ. അതിന് ഒന്നുമില്ല, ഇന്നത്തേക്ക് എടുക്കുന്നത്. ഞങ്ങൾക്കൊരു കൊതി രാത്രി ചീനി കഴിക്കാൻ. കുറേ ചീരടി ഇത്രയും കഴിക്കത്തില്ല പിള്ളേർ. നമ്മളെ നല്ല കേര ചൂര സൂപ്പർ. കളർ കണ്ടിട്ട് തന്നെ കൊതിയായിരുന്നു. ഉപ്പ് നോക്കിയിട്ട് അടിപൊളിയായിരുന്നു. ചീനിയിലോട്ട് നമ്മൾ കേര ചൂരയും മുളക് കറിയും ഇട്ട് ചീനിയെ കുളിപ്പിച്ച് കിടത്തി കഴിക്കാൻ വന്നെയാണോ ചേച്ചി? ചോറും ഇട്ട് തിന്നാനൊരു കൊതി. നമ്മളുടെ മീൻകറിയുടെ പ്രിപ്പറേഷൻ സരിത. അതെ, നമ്മളുടെ ചീനിയുടെ പ്രിപ്പറേഷൻ കൊച്ചമോള്. ആണ്ടെ മുത്തുക്കിളിയൊക്കെ എണീറ്റ് ഓടുന്നു. അയ്യാ പിന്നെ ഇട്ടിട്ട് പോവാനാ. അത് തന്നെ കഴിച്ചിട്ട് കാണാം. അപ്പൊ ഞങ്ങള് ഫുഡ് അടിക്കാൻ പോവാണ്. മീനാക്ഷി ഇവിടെ ഒക്കെ വന്നില്ലേ, അവിടെ ഇരിക്കുവാണോ? മീനാക്ഷി കാണാൻ വയ്യ. ചോറ് ചോറ് എങ്ങനെയുണ്ട് അപ്പൂ മീൻ? ഇറച്ചിയെക്കാട്ടി നല്ലല്ലേ? എന്തിനാ ഇറച്ചി? നമുക്ക് കൊള്ളോ? അതാ രാജലിച്ച് പറ, നമ്മളെ ഞണ്ട് മനഃപൂർവ്വം മേടിക്കാൻ ഞാൻ. അതാ ഞണ്ട് നമ്മൾ എവിടെല്ലാം പോയി, വാടിയിലും പോയി. നമ്മള് ബീച്ചിൽ കൂടെ വാടി കയറി കറങ്ങി പിന്നെ ബീച്ചിൽ കൂടെ തിരിച്ചു വന്ന്. നല്ല സൂപ്പർ മീൻ കേട്ടോ, നല്ല പച്ച അലുവ കണക്കിരിക്കുന്നു സത്യം. ഫ്രഷ് മീൻ വേണമെങ്കിൽ നമ്മുടെ തേവള്ളിയില് കാരുണ്യ ഫിഷ്
ഫിഷ് സ്റ്റോൾ, കാരുണ്യ മീൻ കട. ചുമ്മാ നല്ല നല്ല മീനാട്ടോ. ഇറച്ചിയെക്കാട്ടി കൊള്ളാം. അപ്പൊ ഞങ്ങള് ഈ ചീനിയും ചോറും ഒക്കെ തിന്നിട്ട് നല്ല അസാധ്യ എരിയുണ്ട്, സൂപ്പർ ടേസ്റ്റ്. മീൻകറി കൂട്ടുമ്പോ ചുണ്ടരിയണം, നാക്കരിയണം, ഇറങ്ങുന്നതെല്ലാം എരിയണം. നാളെ എരിയും അതുപോലെ കേട്ടാ, നാളെ എരിയും അതുപോലെ. സൂപ്പർ കറി. അപ്പൊ ഞങ്ങളിതെല്ലാം കഴിച്ചിട്ട് നമ്മളെല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ട് സിനിമയുടെ ബാക്കി കാണാം. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? സൂപ്പർ ആയിരുന്നു. വയറിറങ്ങി. പിന്നെ ഇവിടെ എല്ലാരും മലമ്പാമ്പിനെ വിഴുങ്ങി ഇണക്കിയിരിക്കുക. കാരണം എല്ലാരെയും വയറ് നിറഞ്ഞ് ഭയങ്കരമായിട്ട് വയറിറങ്ങി. വിനാശ് വയറ് അറിഞ്ഞോ? നാളെ ഞാൻ 9:30 വരെ ഒരു ഭാഗം. ഇനി നമുക്ക് സിനിമയൊക്കെ കാണാം. സിനിമ കണ്ട് മരുന്ന് കൂട്ടി എടുക്കല്ലെന്ന്. സിനിമ കണ്ടോണ്ട് ഇൻസുലിൻ ഞങ്ങൾ പോവാണ്. ടാറ്റ ടാറ്റ ചന്തു. ബൈ ബൈ അമ്മി. ബൈ ബൈ ടാറ്റ. എന്തുവാ ഇറങ്ങ് പോട്ടെ. ഒറ്റ ഞാൻ ഇറങ്ങി. പാമ്പ് വരട്ടെ, ഒറ്റ ഞാൻ കാട്ടില്ല. കാടിന് തിന്നാൻ കൊടുക്കുക. ഈ കാട്ടിലോട്ട് ഇട്ടാ യൂട്യൂബറിന്റെ മൃതദേഹം കാട്ടുന്നു. ശരി മോനെ, ഇറങ്ങിക്കോട്ടെ. വീട്ടിലോട്ട് പോവാണ്. എന്റെ വയറ് ദേഹമൊക്കെ ഇളക്കി, എന്റെ ദേഹമൊക്കെ ഇളക്കി തന്നു. എന്റെ നടുവേദന. അമ്മച്ചി ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുക. എപ്പോഴും അമ്മയാ ഫ്രണ്ടില്. ഞാൻ ഫ്രണ്ടിൽ ഇരുന്നോട്ട്. അപ്പൊ ഗൈസ് താണ്ട് നമ്മൾ ഇറങ്ങി വണ്ടിയൊക്കെ എടുത്ത് താണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാ. കുറച്ച് താമസിച്ച് അമ്മച്ചമ്മയൊക്കെ ഇപ്പൊ ചെല്ലുമ്പോ തുടങ്ങും നമ്മുടെ നേരെ. ഞങ്ങക്ക് പിന്നെ അതൊക്കെ ശീലവാ. അങ്ങനെ കുഴപ്പമില്ല. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.